ഹലോ, ഇഗ്നോയിലെ ഒരു ഇലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ടുള്ള മെക് 1 ബ്രിട്ടീഷ് പോയട്രീൻ്റെ സിലബസും ക്വസ്റ്റ്യൻ പാറ്റേൺസും സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ വീഡിയോ. ടോട്ടൽ 10 ബ്ലോക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏജ് ഓഫ് ചോസർ മുതൽ പോസ്റ്റ് മോഡേൺ ഏജ് വരെയുള്ള സെലക്റ്റഡ് റൈറ്റേഴ്സിൻ്റെ സെലക്റ്റഡ് വർക്ക്സാണ് നമ്മുടെ സിലബസിലുള്ളത്. സോ നമുക്ക് ഈച്ച് ബ്ലോക്സ് നോക്കാം. ബ്ലോക്ക് 1 നമുക്ക് ചോസറിൻ്റെ ഏജാണ്. അതിൽ കാൻറ്റർബറി ടെയിൽസാണ് നമുക്ക് പോയം പഠിക്കാനുള്ളത്. അതിൽ മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യന് ക്യാരക്ടറൈസേഷൻ ഓഫ് പ്രയോറസ് മോങ്ക് എന്നൊക്കെയുള്ളതൊക്കെയാണ്. ബ്ലോക്ക് 2 റിനൈസൻസ് ആണ്. അതിൽ എഡ്മണ്ട് സ്പെൻസറിൻ്റെ പ്രോതൽമിയൻ എപ്പിതൽമിയനാണ്. എല്ലാ ഏജിൻ്റെയും ഒരു ഷോർട്ട് നോട്ട് നമ്മൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. വാട്ട് ഡസ് ദ ടേം റിനൈസൻസ് മീൻ, മെറ്റാഫിസിക്കൽ പോയിറ്റ്സിൻ്റെ ഫീച്ചർ, അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിൻ്റെ ഫീച്ചർ, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ബ്ലോക്ക് 3 നമുക്ക് മെറ്റാഫിസിക്കൽ പോയിറ്റ്സിലെ 3 പോയിറ്റ്സ് ജോൺ ഡൊണ്ണെ, ജോർജ് ഹെർബർട്ട്, ആൻഡ്രൂ മാർവെലാണ് ഉള്ളത്. പിന്നെ ബ്ലോക്ക് 4 റീഫോർമേഷൻ ജോൺ മിൽട്ടൺ ആണ്. അവരുടെ കുറേ പോയിംസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണമെന്നല്ല, നമ്മൾ സമ്മറി മനസ്സിലാക്കി വെക്കുക. ബ്ലോക്ക് 5 നിയോ ക്ലാസിക്കൽ പോയറ്റ്സ്, ബ്ലോക്ക് 6 റൊമാൻറ്റിക് പോയറ്റ്സ്, ബ്ലോക്ക് 7 റൊമാൻറ്റിക് പോയറ്റ്സ് സെക്കൻഡ് ജനറേഷൻ, ബ്ലോക്ക് 8 വിക്ടോറിയൻ പോയറ്റ്സ്, പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ്, ബ്ലോക്ക് 9 മോഡേണിസ്റ്റ് ആൻഡ് ബ്ലോക്ക് 10 പോസ്റ്റ് മോഡേണിസ്റ്റ് പോയറ്റ്സ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓരോ ബ്ലോക്കിലെയും കംപ്ലീറ്റ് പോയംസ് നമ്മളവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പോയംസ് ഏതാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ റാൻഡമായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എല്ലാ പോയത്തിനും ഈക്വൽ ചാൻസാണ് ചോദിക്കാനുള്ളത്. എങ്കിലും ഒരു 4 to 5 ടൈംസ് റിപ്പീറ്റ് ആയിട്ടുള്ള പോയംസ് നമ്മളിവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസാണ് നമുക്കുണ്ടാവുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൾസറി ആണ്. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടാകും. 2 ഓപ്ഷൻസാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. പോയിൻറ്റ്സിലെ ഏതെങ്കിലും ഒരു പാർട്ട് തന്നിട്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമുക്കുണ്ടാവുക. അപ്പോൾ എല്ലാ പോയത്തിനെ പറ്റി നമ്മൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എങ്കിൽ ഏത് പോയത്തിൽ നിന്നാണ് ആ ഒരു പാർട്ട് വന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. ബാക്കി 7 ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാകും. അതിൽ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. സോ ഇത്രയൊക്കെയാണ് നമുക്ക് മെക് 1 മനസ്സിലാക്കാനുള്ളത്. എല്ലാ പോയത്തിൻ്റെയും സമ്മറി മനസ്സിലാക്കി വെക്കുക. സമ്മറി ഏകദേശം എഴുതിയാൽ തന്നെ നമുക്ക് പാസ്സാകാനുള്ള മാർക്ക് എന്തായാലും ഉണ്ടാകും. ഏതൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഫസ്റ്റത്തെ പോയറ്റിൻ്റെ ഇൻഫർമേഷനും പിന്നെ ഒരു പോയത്തിൻ്റെ ഓവറോൾ സമ്മറിയും എക്സ്പ്ലെയിൻ ചെയ്യാം. ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ പോയം പഠിച്ചിട്ടില്ലെങ്കിലും ഡീറ്റെയിൽഡായിട്ട് ഒരു ഓവറോൾ സമ്മറി നമ്മൾ മനസ്സിലാക്കി വെക്കുക.